Hello guys, welcome back to Bitcoin Malayali. I hope you guys are doing well. Guys, I'm really sorry. കഴിഞ്ഞ 1-2 മാസമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒത്തിട്ടില്ല. കുറച്ച് ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ കുറച്ച് ലൈഫ് കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാഞ്ഞത്. നമുക്കിനി ശ്രമിക്കാം, ഓരോ മാസവും അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്കൊരു BTC ബിറ്റ്കോയിൻ മലയാളി ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നമുക്ക് ബിറ്റ്കോയിൻ എന്താണെന്നും ബിറ്റ്കോയിൻ എങ്ങനെ സേവ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഒരു 10-15 കൊല്ലത്തേക്ക് എങ്ങനെ സേവ് ചെയ്ത് വെക്കണം. കാരണം നാളത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ, വരാൻ പോകുന്ന തലമുറ എല്ലാം എനർജി അല്ലെങ്കിൽ അവരുടെ വാല്യൂ സേവ് ചെയ്യുന്നത് എനർജിയിലാണ്, അതായത് ബിറ്റ്കോയിനിലായിരിക്കും. അപ്പം ഫ്യൂച്ചർ ഇനി നമ്മൾ മൊത്തത്തിൽ ഒരു ലോകം തന്നെ മൊത്തത്തിൽ ഷിഫ്റ്റ് ആവുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന് വളരെ എസെൻഷ്യലാണ് ബിറ്റ്കോയിൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ബിറ്റ്കോയിൻ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമല്ല, അത് മേടിക്കണം, നമ്മൾ വാങ്ങിച്ചാൽ മാത്രം പോരാ, നമുക്കത് കുറേ കൊല്ലങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് സേവ് ചെയ്യണം, സൂക്ഷിച്ചു വെക്കണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ചർച്ച ചെയ്യുന്നതാണ്. ഇത് പെയ്ഡഡ് ആണ്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ ബിറ്റ്കോയിൻ മലയാളി ക്ലബ്ബിൽ അംഗമായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് ബിറ്റോമാൻ എന്നാണ് ഇട്ടേക്കുന്നത്. അത് റിയൽ നെയിം അല്ല. എല്ലാവരോടും ഞാൻ പറഞ്ഞേക്കുന്നത് അവരുടെ റിയൽ നെയിം മാക്സിമം അതിനകത്ത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എല്ലാവരുടെ മനസ്സിൽ ആ ഒരു സംശയമുണ്ട്. തുടക്കകാലങ്ങളിൽ എൻ്റെ മനസ്സിലും ആ ഒരു സംശയമുണ്ടായിരുന്നു. അദ്ദേഹം ചോദിക്കുന്ന ഇതാണ്: ഐ ഹാവ് എ ലിറ്റിൽ ക്വസ്റ്റ്യൻ ഫോർ ക്ലാരിഫിക്കേഷൻ. മേ ബി ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഐ ആം ന്യൂ ടു ദിസ്. അദ്ദേഹം ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അദ്ദേഹം ബിറ്റ്കോയിൻ അക്യുമുലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിനോട് പെട്ടെന്നൊരു ഡൗട്ട് തോന്നുന്നത്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്: ഐ റിയലി ബിലീവ് ദാറ്റ് ബിറ്റ്കോയിൻ ഈസ് ഗോയിങ് ടു സ്കൈ റോക്കറ്റ് ഇൻ നെക്സ്റ്റ് 10 to 15 years. അദ്ദേഹം വിശ്വസിക്കുന്നു, അദ്ദേഹം മാത്രമല്ല നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, അടുത്ത 10 to 15 കൊല്ലമാണ് ബിറ്റ്കോയിൻ്റെ എക്സ്പ്ലോസീവായിട്ടുള്ള മൂവ്സ് വരാൻ വേണ്ടി പോകുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 5-10 കൊല്ലമായിട്ട് ബിറ്റ്കോയിനെ നേരത്തെ തിരിച്ചറിഞ്ഞവർ ഒത്തിരി സ്റ്റാക്ക് ചെയ്തുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ കയ്യിൽ മില്യൺസ് ഓഫ് ഡോളറിൻ്റെ ഉള്ള ബിറ്റ്കോയിൻ അവരുടെ കയ്യിൽ കാണും. നമ്മളെപ്പോലുള്ള ബിഗിനേഴ്സിന്, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ലൈക്ക് എ സ്റ്റാർട്ടിങ് നൗ ഹാവ് ടഫ് ടൈം ഈവൻ ഗെറ്റിംഗ് വൺ ബിറ്റ്കോയിൻ. അദ്ദേഹം പറയുന്നത്, നമ്മളിപ്പോൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇപ്പോൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ്കോയിൻ പോലും അക്യുമുലേഷൻ ചെയ്യാൻ ഒക്കാത്ത സാഹചര്യമാണ്. കാരണം ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിങ്ങൾക്കറിയാം, 105,000 ആണ് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഒരു സാധാരണക്കാരനെ ഒരു 1 ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ നൗ, അല്ലേ? ഒരു 2-3-4 കൊല്ലത്തിന് മുന്നേ ഇറ്റ് വാസ് ഈസി, ഇപ്പോൾ അങ്ങനല്ല. അപ്പം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം: ഇൻ ദിസ് കേസ് കുഡ് യു എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഫോർ പീപ്പിൾ ഹു ഡോണ്ട് ഈവൻ ഹോൾഡ് 1 ബിറ്റ്കോയിൻ? അദ്ദേഹം ചോദിക്കുന്നത്, ഒരു ബിറ്റ്കോയിൻ പോലും നമുക്ക് സ്വന്തമാക്കാൻ ഒക്കുന്നില്ലെങ്കിൽ അപ്പോൾ ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ഇപ്പം വാങ്ങിക്കുന്നതിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇപ്പോൾ നമുക്ക് വാങ്ങിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഇത് എല്ലാവർക്കും വരുന്ന സംശയങ്ങളാണ്. ഈ ഒരു പർട്ടിക്കുലർ ചോദ്യം എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരുടെ ഉള്ളിൽ അവരൊരു ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞാൻ ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. നമ്മൾ ഫൈനാൻഷ്യൽ ലൈഫിൽ നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും ഒരു മണ്ടത്തരമായിരിക്കും ഈ ചെയ്യുമ്പോൾ. അതായത് ബിറ്റ്കോയിൻ 105,000 ആയി, ഇനി ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാനിത് ഡ്രോപ്പ് ചെയ്യുവാണ്, ഞാൻ ഇനി വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഓൾഡ് കോയിൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റോക്കോ ബിറ്റ്കോയിനേക്കാളും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഏതെങ്കിലും അസറ്റിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കിലേക്ക് മാറുക. ദാറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും ബിഗസ്റ്റ് മിസ്റ്റേക്കായിരിക്കും. നിങ്ങളുടെ ഫാമിലിയിലുള്ള കുഞ്ഞുങ്ങളോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കായിരിക്കും. നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷനോട് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കായിരിക്കും. ഇറ്റ്സ് എ ലെഗസി. ബിറ്റ്കോയിൻ ഇസ് എ ലെഗസി. നിങ്ങൾ ഒരിക്കലും ബിറ്റ്കോയിനെ ഇതിൻ്റെ ഉത്തരത്തിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കരുത്? നിങ്ങൾ ബിറ്റ്കോയിനിലേക്ക് വരുന്നത് ബെനിഫിറ്റാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ബിറ്റ്കോയിനെ ഒരു സ്റ്റോക്കായിട്ടോ ഗോൾഡിനെ പോലെയോ സിൽവറിനെ പോലെയോ റിയൽ എസ്റ്റേറ്റിനെ പോലെയോ കരുതരുത്. ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രൂ ഫൈനൈറ്റ് അസറ്റ്. ലോകത്തൊരിക്കലും ഒരു മനുഷ്യനും, നമ്മൾ ഇന്നേ വരെ മനുഷ്യൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതുപോലെ ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു മണി നമുക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. ഹാർഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും കൂടുതൽ ഉണ്ടാക്കാൻ ഒക്കാത്ത, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 21 മില്യനേ ഉള്ളൂ ഒരു ബിറ്റ്കോയിൻ. മൊത്തത്തിൽ 21 മില്യനേ ഉള്ളൂ ബിറ്റ്കോയിൻ. അപ്പോൾ അത്രയും ഹാർഡസ്റ്റ് ആയിട്ടുള്ള അസറ്റ്. അത് മാത്രമല്ല, ഇതിന് ഫിസിക്കലായിട്ടുള്ള സ്റ്റേറ്റ് ഇല്ല,
നമുക്ക് ടച്ച് ചെയ്യാനൊക്കത്തില്ല, നമുക്ക് ഫീൽ ചെയ്യാനൊക്കത്തില്ല. ഇനിയുള്ള തലമുറ ബാങ്കുകളിലല്ല ഇനി സേവ് ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള തലമുറ ഹാർഡായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ആർക്കും വന്ന് നമ്മളെ ഉപദ്രവിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്ന അസറ്റുകളിലല്ല. ഇനിയുള്ള തലമുറ ഒരിക്കലും സ്റ്റോക്കുകളിലല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനിയുള്ള തലമുറ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എനർജിയിലാണ്. അതായത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വാല്യൂ അവർക്ക് വിശ്വാസമായിട്ട് ഒരു എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആ എനർജി വളരെ പ്രൊട്ടക്റ്റീവായിരിക്കും. ഒരു ഹ്യൂമനെ കൊണ്ടും അതിനെ തൊടാനോ അത് ഓൾട്ടർ ചെയ്യിക്കാനോ സമ്മതിക്കത്തില്ല. അതിന് വാല്യൂ 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഇനി അടുത്തുള്ള 10, 20, 30, 50 കൊല്ലമൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ എല്ലാം ടോട്ടലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത മറുപടി ഇവിടെ നിങ്ങൾക്ക് ഞാൻ വായിക്കാം. ഇറ്റ്സ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. ബിറ്റ്കോയിൻ ആവറേജ് ഗ്രോത്ത് ഈസ് അറൗണ്ട് മോർ ദാൻ 140%. അതായത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ബിറ്റ്കോയിൻ്റെ ആവറേജ് ഗ്രോത്ത് എന്ന് പറയുന്നത് 140% ആണ് എവറി ഇയർ. കഴിഞ്ഞ 10 കൊല്ലത്തെ ആവറേജ് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു കൊല്ലം 140% വീതം ബിറ്റ്കോയിൻ വളർന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഹ്യൂജ് ഗ്രോത്ത്. സത്യമാണ്. ഒരു വർഷം 140% വീതം ഒരു അസറ്റ് വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നൊരു 1,00,000 രൂപ ഇടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം 1,40,000 പ്രോഫിറ്റ്, അതായത് 2,40,000 ആയി മാറും ആ ഒരു പൈസ. അടുത്ത കൊല്ലം ഈ 2,40,000 140% ഈസ് കോമ്പൗണ്ടിങ്. 140% ഈസ് കോമ്പൗണ്ടിങ്. അതാണ് ഈ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ദ ഫാസ്റ്റസ്റ്റ് ഹോഴ്സ് എന്ന് പറയുന്നത് ബിറ്റ്കോയിനാണ്. ബിറ്റ്കോയിനെ ബീറ്റ് ചെയ്യുന്ന ഒരു അസറ്റും ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അസറ്റ് ക്ലാസ്സുകൾ. കഴിഞ്ഞ 10 കൊല്ലം ബിറ്റ്കോയിൻ 140% ആവറേജ് ആനുവൽ ഗ്രോത്ത് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത ഒരു 20 കൊല്ലത്തേക്ക് നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ തന്നെ ബിറ്റ്കോയിൻ 15 കൊല്ലമായി. 2009 ബിറ്റ്കോയിൻ വരുന്നത്. 2025 ഏകദേശം 15-16 കൊല്ലത്തോളം ബിറ്റ്കോയിൻ നമ്മുടെ കൂടെ ഉണ്ട്. ഇനി അടുത്ത 20 കൊല്ലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മളെപ്പോഴും ലോങ് ടൈം ആയിട്ടാണ് നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റം നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അടുത്ത 20 കൊല്ലം ബിറ്റ്കോയിൻ എവിടെ ആയിരിക്കും? അതായത് 2045 ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്കൊന്ന് ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞു അടുത്ത ഒരു 10-15 കൊല്ലമാണ് ഇനി ബിറ്റ്കോയിൻ്റെ എക്സ്പ്ലോസീവ് മൂവ് വരാൻ വേണ്ടി പോകുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിനൊരു കാരണം ഞാൻ വേഗം പറഞ്ഞു പോകാം. ഇതേവരെ ബിറ്റ്കോയിൻ അഡോപ്ഷൻ ചെയ്തേക്കുന്ന പോപ്പുലേഷൻ നമ്മുടെ 8 ബില്യൺ ജനങ്ങളുണ്ട് ഈ ലോകത്ത്. ആ 8 ബില്യൺ ജനങ്ങളിൽ വെറും 3% താഴെ ആളുകളെ അഡോപ്ഷൻ ചെയ്തിട്ടുള്ള ബിറ്റ്കോയിൻ 3%. ബാക്കി 97% അഡോപ്ഷൻ കിടക്കുകയാണ്. ഈ ജസ്റ്റ് 3% അഡോപ്ഷൻ ചെയ്തുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ 100,000 മുകളിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു 6% അഡോപ്ഷൻ വരുമ്പോഴത്തേക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്തായിരിക്കും? പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 21 മില്യനേ ഉള്ളൂ. അതിൽ മെജോറിറ്റി ഓഫ് മൈനിങ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള 2-3 മില്യന് വേണ്ടിയാണ് ഈ കടിപിടി അടുത്ത ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ. അപ്പോൾ അടുത്ത 3% കൂടെ 3% അഡോപ്ഷൻ ഓൾറെഡി ആയി. ഇനി അടുത്തൊരു 3% കൂടെ വരുമ്പോൾ അത്രയും ആളുകൾക്കുള്ള ബിറ്റ്കോയിൻ ഇല്ല. അപ്പം എല്ലാ ആളുകൾക്കും അഡോപ്ഷനുള്ള അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും മേടിക്കാൻ തക്ക ഉള്ള ബിറ്റ്കോയിൻ ഇനി ഇല്ല. അപ്പോൾ അടുത്ത 3% വരുമ്പോൾ 100,000 എക്സ്ട്രാ അല്ല വരുന്നത്, എക്സ്പ്ലോസീവായിട്ടുള്ള മൂവ് ആയിരിക്കും വരുന്നത്. 3% അഡോപ്ഷനകത്ത് തന്നെ 100,000 എത്തിയെങ്കിൽ അടുത്തൊരു 3% കൂടെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ, അതായത് മൊത്തം 6% ആകുമ്പോൾ ഇത് ഡബിൾ ചെയ്യുകയല്ല ചെയ്യുന്നത്, എക്സ്പോണൻഷ്യലി മൂവ് ചിലപ്പം മില്യൺസിലേക്കായിരിക്കും ഇത് പോകുന്നത്. കാരണം അതിനനുസരിച്ചുള്ള ബിറ്റ്കോയിൻ ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ട പ്രൊജക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 20 കൊല്ലം ബിറ്റ്കോയിൻ 29% മാത്രമേ ഈ ആവറേജ് ആനുവൽ ഗ്രോത്ത് ഉള്ളൂ. അതായത് 140% പകരം വെറും 29%. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് വെച്ചത് $104,000 രൂപയാണ്. അത് $104,000 US$ ഇപ്പോഴത്തെ വില. ഈ വിലയിൽ നിന്ന് അടുത്ത കൊല്ലം 29%, അതിൻ്റെ അടുത്ത കൊല്ലം 29%, ഇങ്ങനെ അടുത്ത 2045 വരെ ബിറ്റ്കോയിൻ 29% വീതം എല്ലാ വർഷവും വളരുകയാണെന്നുണ്ടെങ്കിൽ, ആവറേജ് ആനുവൽ ഗ്രോത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ്കോയിൻ്റെ വില എന്ന് പറയുന്നത് 13 മില്യൺ ആയിരിക്കും. അപ്പോൾ ഞാൻ ഓർക്കണം, 140%-ൽ നിന്ന് ഞാനത് സ്ലാഷ് ചെയ്ത് 29% ആക്കി. വെറും 29%. നമ്മുടെ ടോട്ടൽ മാർക്കറ്റ് നാസ്ഡാക്ക് ആണെങ്കിലും ഈവൻ നാസ്ഡാക്ക് തരുന്നത് 15% തൊട്ട് 18% വരെ വർഷം തരാറുണ്ട്. ആവറേജ് ആനുവൽ ഗ്രോത്ത് 15-18% ആണ്. ഈവൻ നാസ്ഡാക്ക് ഇത് ഇൻഫിനിറ്റ് ആണ്, അവർ ഷെയർ കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം ഫൈനൈറ്റായിട്ടുള്ള 21 മില്യൺ മാത്രമുള്ള ഒരു അസറ്റ് 29% എന്ന് മാത്രമേ തരത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആനമണ്ടത്തരമാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ബേസ് കേസാണ്. ബേസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓഫ് കോഴ്സ് ഇത് നടന്നിരിക്കും.
ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 11 മില്യൺ ഒരു ബിറ്റ് കോയിൻ്റെ വില 13 മില്യൺ. എനിക്കറിയാം നിങ്ങളിത് കേൾക്കുന്ന പലർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഓക്കെ, ഇതിലേക്ക് ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പല പല സ്ലൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പിടികിട്ടും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2045 13 മില്യൺ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 13 മില്യൺ ഹിറ്റ് ചെയ്യുന്നുണ്ട് 2045. 2045 എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ലൈഫും എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ തലമുറയുടെ ഇനിയും വരാനിരിക്കുന്ന അടുത്ത 10 തലമുറ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുമാത്രം പൈസ വേണം? അപ്പോൾ ഞാൻ ഉദാഹരണം പറയുവാണ്. ഈ 13 മില്യൻ്റെ 10% എനിക്ക് വേണമെന്ന് നിങ്ങൾ ഇന്ന് തീരുമാനമെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ ബിറ്റ് കോയിൻ അക്യുമുലേഷൻ ചെയ്യാൻ തുടങ്ങുന്നു. അത് സതോഷി അക്യുമുലേഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. നിങ്ങൾ 10%, ഒരു ബിറ്റ് കോയിന് 10% നിങ്ങൾ അക്യുമുലേഷൻ ചെയ്തെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2045 13 മില്യൻ്റെ 10% എന്ന് പറയുന്നത് 1.3 മില്യനാണ്. 2045 നിങ്ങൾ 10% അക്യുമുലേഷൻ ചെയ്തെന്ന് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ $1.3 മില്യൺ 2045. ഈ $1.3 മില്യൺ എന്ന് പറയുന്നത് ഇന്നത്തെ വില അനുസരിച്ച് ഏകദേശം 11 കോടി രൂപയാണ്. ഈ 95% ആളുകളും, ഇന്ത്യയിലെ 95% ആളുകൾക്കും ഏകദേശം 11 കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള മണിയാണ്. 11 കോടി രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ ലൈഫ് ചേഞ്ചിങ് മണി അല്ലേ? ഇനി ഇദ്ദേഹം ചിന്തിക്കുന്നത് 1 ബിറ്റ് കോയിൻ എന്നുള്ളതാണ്. 1 ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ ആരും നമ്മളൊരു ഈസി ആയിട്ടുള്ള കാൽക്കുലേഷന് വേണ്ടി പറയുന്നതാണ്. 1 ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇല്ല യഥാർത്ഥത്തിൽ. ഓക്കെ, കൺസിഡർ ഇറ്റ് ആസ് സതോഷി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു രൂപ എന്ന് പറയുന്നത് 100 പൈസയാണ് അല്ലേ? ഒരു രൂപ എന്ന് പറയുന്നത് 100 പൈസ ചേരുന്നതാണ് ഒരു രൂപ. 50 പൈസ എന്ന് പറയുന്നത് 50 പൈസ ചേരുന്നതാണ്. അതേപോലെ തന്നെ ഒരു ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് 100 മില്യൺ സതോഷിയാണ്. എനിക്കൊന്ന് 100 മില്യൺ എന്ന് പറഞ്ഞാൽ 10 കോടി സതോഷി. നമ്മൾ പൈസയ്ക്ക് വരും സതോഷി എന്ന് പറയും. അതായത് ബിറ്റ് കോയിനെ 100 മില്യനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു രൂപയെ 100 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോലെ, 100 പൈസയായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോലെ ഒരു ബിറ്റ് കോയിനെ 100 മില്യൺ സതോഷിയായിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 21 മില്യൺ ഗുണം 100 മില്യൺ, അതിലാണ് 2.1 ട്രില്യൺ സതോഷി ഉണ്ട് ഈ ലോകത്ത് മൊത്തത്തിൽ. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ ഒരു ബിറ്റ് കോയിൻ അക്യുമുലേഷൻ ചെയ്യുക എന്നുള്ളതല്ല. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മോട്ടീവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പലർക്കും ഒരു ബിറ്റ് കോയിൻ അക്യുമുലേഷൻ ചെയ്യാൻ നോക്കും. പക്ഷേ മെജോറിറ്റി ആളുകൾക്ക് ഇനി അത് ഒക്കണമെന്നില്ല. അപ്പോൾ അവരോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു ബിറ്റ് കോയിൻ റൗണ്ട് ഫിഗറിലേക്ക് നിങ്ങൾ നോക്കരുത്. നിങ്ങൾ എപ്പോഴും എയിം ചെയ്യുന്നത് സതോഷിയാണ്. എത്രമാത്രം സതോഷി, ഈ 2.1 ട്രില്യണിൽ നിന്ന് നിങ്ങൾക്ക് എന്തുമാത്രം സതോഷി അക്യുമുലേഷൻ ചെയ്യാനാകും. എല്ലാ ആഴ്ചയിലും നിങ്ങൾ സതോഷി അക്യുമുലേഷൻ ചെയ്യുക. ബിറ്റ് കോയിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 50 രൂപയ്ക്ക് മേടിക്കാം, 100 രൂപയ്ക്ക് മേടിക്കാം, 500 രൂപയ്ക്ക് മേടിക്കാം. എല്ലാ ആഴ്ചയിലും നിങ്ങളൊരു ഫിക്സഡ് ആയിട്ട് എമൗണ്ട് വെക്കുക. ഓക്കെ, ഞാൻ എല്ലാ ആഴ്ചയിലും 500 രൂപ അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ 500 രൂപയ്ക്ക് ബിറ്റ് കോയിൻ വാങ്ങിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് സ്ലോലി ഈ സതോഷി അക്യുമുലേഷൻ ചെയ്യുക. സ്ലോലി മനസ്സിലാകുന്നുണ്ടോ? ഒരു റൗണ്ട് ഫിഗർ ആയിട്ടുള്ള 1 ബിറ്റ് കോയിൻ എന്നുള്ള സംഭവത്തിലേക്ക് നിങ്ങൾ നിൽക്കരുത്. ഒരു 1 ബിറ്റ് കോയിനിലേക്ക് ഉദാഹരണം എല്ലാവർക്കും ഡിസർവ് ആകുന്ന പ്രൈസിൽ നമ്മൾ മേടിക്കും. ഇപ്പം ഞാൻ ഡിസർവായ പ്രൈസിലാണ് ഞാൻ മേടിച്ചത്. ഞാൻ ബിറ്റ് കോയിനെ കുറിച്ച് മനസ്സിലാക്കിയ സമയം ബിറ്റ് കോയിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഒരു ഏകദേശം 15,000 സംതിങ്. ആ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി എനിക്ക് ക്ലിയർ കൺവിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ ഇതിനെയും പുച്ഛിച്ച് ഇതൊന്നുമല്ല, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കേക്ക് പോലും ഇല്ലാതെ നിൽക്കുന്ന സമയങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് നേരത്തെ അറിയുന്നവർ, പഠിക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക് അത്രയും അവരുടെ ടൈം, അവരുടെ എനർജിയൊക്കെ ഇതിന് സ്പെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ എലിജിബിളാണ് ആ ഒരു പ്രൈസിന് അവർക്ക് മേടിക്കാൻ. ഈ ഒരു സമയത്ത് നിങ്ങളൊരു 10 മില്യൺ സതോഷി നിങ്ങൾ കൈവശമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതിരിക്കുന്ന ആളുകൾ ഒരു 10 കൊല്ലം കഴിഞ്ഞ് വന്ന് അവർ ചിന്തിക്കും, ഒരു 10 മില്യൺ സതോഷി എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ നോക്കൂ. നമ്മുടെ ലൈഫിൽ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ ഒക്കാത്തൊരു കാര്യമാണ് 10 മില്യൺ സതോഷി ഇനി മേടിക്കുക എന്നുള്ളത്. കാരണം 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ ബിറ്റ് കോയിൻ എന്താണെന്ന് തിരിച്ചറിയാൻ തുടങ്ങുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഡിസർവ് ആയിട്ടുള്ളൊരു പ്രൈസ് ഉണ്ട്. ഇപ്പം ബിറ്റ് കോയിനിൽ 300, 400 അല്ലെങ്കിൽ 50 രൂപയുള്ള സമയത്ത് ബിറ്റ് കോയിൻ മേടിച്ചവരെ നമുക്കിപ്പോൾ താരതമ്യം ചെയ്യാൻ ഒരിക്കലും ഒക്കത്തില്ല. കാരണം അവർ അന്നേ മനസ്സിലാക്കി കഴിഞ്ഞു ഇസ് എ റിയൽ മണി. അപ്പോൾ അവർ അത്രയും എനർജിയും ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തു നമ്മളെക്കാൾ മുന്നേ. അപ്പോൾ നമുക്കൊരിക്കലും ഈ ഒരു താരതമ്യം ചെയ്യാൻ ഒക്കത്തില്ല. ഇപ്പോൾ ഒരു നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലൊരു മില്യനെയർ ഉണ്ടെന്ന് നോക്കുക. അവൻ ആ മില്യനെയർ ആയത് അവൻ അത്രയും എനർജിയും ടൈമും അതിനകത്ത് എഫേർട്ടും എടുത്തിട്ടാണ്. അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട്
ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് റിയാലിറ്റി അല്ല. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാ കൊല്ലവും ബിറ്റ് കോയിൻ തന്നിരിക്കുന്ന റിട്ടേൺസ് 2011 14 ഇരട്ടി 186%. നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്യാം. 2014 ബിയർ മാർക്കറ്റ് 58% താഴ്ത്തു പോന്നു. പിന്നെ 3 കൊല്ലം ബുൾ മാർക്കറ്റ്, വീണ്ടും ബിയർ മാർക്കറ്റ്, വീണ്ടും 3 കൊല്ലം ബുൾ മാർക്കറ്റ്, വീണ്ടും ബിയർ മാർക്കറ്റ്, വീണ്ടും അടുത്ത 3 കൊല്ലത്തേക്ക് ബുൾ മാർക്കറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ കണ്ടോ, 2011 മുതൽ 2024 വരെ ആവറേജ് ആനുവൽ റിട്ടേൺ തന്നേക്ക് 147%. ഇവിടെയാണ് നമ്മൾ വെറും 29% വെച്ച് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 13 മില്യൺ ബിറ്റ് കോയിൻ 2045 വരുന്നത്. കാത്തി വുഡിൻ്റെ പ്രവചനം അനുസരിച്ച് 2030-32 ഇടയിലുമായിട്ട് 1.5 മില്യനായിട്ട് മാറും ബിറ്റ് കോയിൻ. ഒരു ബിറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഈസി. അത് വളരെ ബേസ് ആയിട്ടുള്ള കാര്യമാണ്. 2030-32 ഇടയിൽ തന്നെ 1.5 മില്യൺ ബിറ്റ് കോയിൻ ആകുമെന്നുള്ള കാര്യം. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. ഇതൊരു കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇനി ഞാനൊരു പോസ്റ്റ് നമ്മുടെ ക്ലബ്ബിൽ ഞാൻ ഇട്ടിരുന്നു, അതും കൂടെ നമുക്കൊന്ന് വായിക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കാണേണ്ടത് ഇത് പെയ്ഡഡ് ആയിട്ടുള്ള മെമ്പർഷിപ്പുള്ള നമ്മുടെ ക്ലബ്ബിൽ ഞാൻ കൊടുത്തേക്കുന്ന ഒരു പോസ്റ്റാണ് നിങ്ങളിന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ഒരു സതോഷി എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് കാണരുത്. ലോകത്ത് 2.1 ക്വാഡ്രില്യൺ സതോഷിയേ ഉള്ളൂ. നിങ്ങളൊരു 1000 രൂപയ്ക്ക് സതോഷി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തിയുടെ 1000 രൂപയ്ക്ക് മേടിക്കാനുള്ള സതോഷി മേടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഓരോ സതോഷിക്കും. ഇനി നിങ്ങൾ കാണേണ്ട ഒരു ലോകം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിനെ ബിറ്റ് കോയിൻ സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്, അല്ലാതെ ഒരു ഡോളർ ടൈമിലല്ല. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുതൽ നമ്മളെല്ലാം കാണുന്നത് ഡോളർ ടൈമിലാണല്ലേ. അപ്പോൾ ഈ ഒരു വസ്തുവിൻ്റെ വില ഇത്ര ഡോളർ, ആ ഒരു ഗ്രോസറിയുടെ വില 50 രൂപ, 100 രൂപ, 200 രൂപ. നമ്മളെല്ലാം ചിന്തിക്കുന്നതും കാണുന്നതുമെല്ലാം ഇന്ത്യൻ റുപ്പി അല്ലെങ്കിൽ ഡോളർ ടൈമിലാണ്. കാരണം നമ്മൾ അങ്ങനെയാണ് പഠിച്ചേക്കുന്നത്, നമ്മൾ അങ്ങനെയാണ് ജീവിച്ചേക്കുന്നത്. നമുക്കതിനല്ലാതെ അത് വേറൊരു സ്റ്റാൻഡേർഡ് ഓഫ് ഇത് കാൽക്കുലേഷൻ നമുക്കില്ല. 2009 വരെ ഇല്ലായിരുന്നു. ഇനി നിങ്ങൾ കാണേണ്ടത് അങ്ങനെയല്ല. ഞാനിവിടെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു മാത്തമാറ്റിക്സാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് ബിറ്റ് കോയിൻ സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങൾ വരണം, അല്ലെങ്കിൽ എന്താണ് ഓരോ സതോഷിക്ക് നിങ്ങൾ എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത്. ഇത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ബിറ്റ് കോയിനും ഇല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് 13 മില്യൺ ബിറ്റ് കോയിൻ 2045 ഹിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇന്ന് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. 1000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം, 500 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം, എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് മേടിക്കാം. അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് 100 രൂപയ്ക്ക് വീതം ബിറ്റ് കോയിൻ മേടിക്കാം. അപ്പോൾ 13 മില്യൺ 2045 ബിറ്റ് കോയിൻ ഹിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിന് മുന്നേ ഒരു ബിറ്റ് കോയിൻ്റെ എത്ര ശതമാനം നിങ്ങൾക്ക് മേടിക്കും? ഒരു ബിറ്റ് കോയിൻ്റെ 10% നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1.3 മില്യൺ ആയിരിക്കും നിങ്ങൾക്ക് 2045. അതായത് ഏകദേശം 11 കോടി ഇന്നത്തെ വില അനുസരിച്ച്. അപ്പോൾ ഇന്ന് ഞാനീ പറഞ്ഞു വരുന്നത്, ഇറ്റ് വിൽ ഹെൽപ്പ് യു അക്യുമുലേറ്റ് മോർ സതോഷി, സ്റ്റാർട്ട് സീയിങ് എവറിത്തിങ് ഇൻ ടേംസ് ഓഫ് സാറ്റ്സ്. ഇന്നത്തെ പ്രൈസ്, ടുഡേയ്സ് പ്രൈസ് ഓഫ് ബിറ്റ് കോയിൻ 1,05,000 അപ്പോൾ ഒരു സതോഷിയുടെ വാല്യൂ ഡോളറിൽ നോക്കുവാണെങ്കിൽ $0.00105 കൊടുക്കുകയാണെങ്കിലാണ് നമുക്ക് ഒരു സതോഷി കിട്ടുന്നത്. ഇന്നത്തെ വാല്യൂ, അതായത് 1,05,000 ബിറ്റ് കോയിൻ്റെ വില എങ്കിൽ ഒരു സതോഷിയുടെ വില എന്ന് പറയുന്നത് $0.00105 ഓക്കെ. എങ്ങനെയാണ് അത് കാൽക്കുലേഷൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,05,000 ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 100 മില്യൺ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ബിറ്റ് കോയിനിൽ 100 മില്യൺ സതോഷിയാണുള്ളത്. അപ്പം 1,05,000 ഡിവൈഡ് ബൈ 100 മില്യൺ, അപ്പം കിട്ടുന്ന റേറ്റാണ്. ഓക്കെ, ഇനി വെൻ ബിറ്റ് കോയിൻ റീച്ചസ് 10 മില്യൺ പെർ കോയിൻ, നിങ്ങളിനി ചിന്തിക്കുക, ഒരു ബിറ്റ് കോയിൻ 10 മില്യൺ ഡോളറായി ഒരു ബിറ്റ് കോയിൻ്റെ വില. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സതോഷിയുടെ വില എന്ന് പറയുന്നത് $10 സെൻറ്റ് ആയിരിക്കും. അത് നമ്മുടെ നാട്ടിൽ 10 പൈസ എന്ന് പറയുന്ന പോലെ 10 സെൻറ്റ് ആയിരിക്കും. 10 സെൻറ്റ് അല്ലെങ്കിൽ 10 സെൻറ്റ് ഡോളറായിരിക്കും. ഡോളർ ടൈമിലാണ് കേട്ടോ. 10 സെൻറ്റ് ആയിരിക്കും ഒരു സതോഷിയുടെ വില. ഇന്ന് ആ ഒരു സതോഷിയുടെ വില എന്ന് പറയുന്നത് 0.00105, അതായത് ഒരു ദശാംശം കഴിഞ്ഞിട്ട് 2 0 കഴിഞ്ഞിട്ടാണ് 1 വരുന്നത്. പക്ഷേ ഒരു ബിറ്റ് കോയിൻ്റെ വില 10 മില്യൺ ആകുമ്പോൾ ഒരു സതോഷിയുടെ വില എന്ന് പറയുന്നത് എത്ര അവിടെ പറഞ്ഞേക്കുന്നത്? 10 സെൻറ്റ്. 2 0 കഴിഞ്ഞിട്ട് 0.10 ആയി മാറി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ,
നിങ്ങൾ ഇന്ന് $100 സതോഷി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ വില 1,05,000 ആ സമയത്ത് നിങ്ങളൊരു $100 വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 95,238 സതോഷി കിട്ടും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനീ പറഞ്ഞ പോലെ 1,05,000 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ഒരു 10 മില്യൺ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 95,238 സതോഷി $100 മേടിച്ചത്. ആ $100 എന്ന് പറയുന്നത് $9,523 ആവും. അതായത് ഏകദേശം 95 ഇരട്ടി റിട്ടേൺ 10 മില്യണിലെത്തുമ്പോൾ. ആ $100 എന്നുള്ളത് $9,523 മാറി. സോ ഹൗ മെനി സാറ്റ്സ് യു ഹാവ് അക്യുമുലേറ്റഡ് ദിസ് വീക്ക്? അതാണ് ഞാൻ പറയുന്നത്. എല്ലാ ആഴ്ചയിലും നിങ്ങൾ സതോഷി അക്യുമുലേഷൻ ചെയ്യുക. കാരണം നമ്മുടെ എയിം 1 ബിറ്റ്കോയിൻ അല്ല, എത്രമാത്രം സതോഷി നിങ്ങൾക്ക് അക്യുമുലേഷൻ ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം ചെയ്യുക. ഇനി സ്റ്റാർട്ട് വാല്യൂയിങ് എവറിത്തിങ് ഇൻ യുവർ ലൈഫ് ഓൺ ബിറ്റ്കോയിൻ സ്റ്റാൻഡേർഡ്. മോർ സ്പെസിഫിക്കലി ദ സ്റ്റാർട്ട് സ്റ്റാൻഡേർഡ്. ബിറ്റ്കോയിൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, ഉദാഹരണം ഇതെന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ഐഫോൺ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നത് വിചാരിക്കുക. ഇഫ് യു ആർ പ്ലാനിങ് ടു ബൈ ആൻ ഐഫോൺ 16 Pro, ഇന്നത്തെ ബേസ് വില അനുസരിച്ച് $999 ഇവിടുത്തെ അതിൻ്റെ വില. അതായത് ഇപ്പം നിങ്ങൾ $999 ബിറ്റ്കോയിൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 9,51,428 ബിറ്റ്കോയിൻ കിട്ടും, സതോഷി കിട്ടും. അപ്പോൾ ഇന്ന് നിങ്ങൾ 9,51,000 സതോഷി കിട്ടുന്നുണ്ടെങ്കിൽ 10 മില്യൺ ബിറ്റ്കോയിൻ ആകുമ്പോൾ, ഒരു ബിറ്റ്കോയിൻ്റെ വില 10 മില്യൺ ആകുമ്പോൾ ഈ $999 വില എന്ന് പറയുന്നത് $95,142 മാറും. അതായത് ഈ പറഞ്ഞാൽ 95 ഇരട്ടി. അപ്പോൾ ആ ഒരു ഐഫോൺ നിങ്ങൾ ആ പൈസ കൊടുത്ത് നിങ്ങൾ മേടിക്കുമ്പോൾ ദാറ്റ് ഐഫോൺ കുഡ് ബിക്കം ദ മോസ്റ്റ് എക്സ്പെൻസീവ് വൺ, അല്ലേ? നിങ്ങളുടെ ലൈഫിൽ പിന്നീട് ചിന്തിച്ച് നോക്കും, 10 മില്യൺ ഒരു ബിറ്റ്കോയിന് 10 മില്യൺ വരുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അന്ന് മേടിച്ച $999 വില എന്ന് പറയുന്നത് $95,000. ഇപ്പോൾ $95,000 ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ ഒരു ഫോണിൻ്റെ വില വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മേടിച്ചേക്കുന്ന ഫോൺ. അടുത്തൊരു 10 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രൈസ് വീണ്ടും മേപ്പോട്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെല്ലാത്തിനും സതോഷികൾ കാണുക. നിങ്ങളൊരു പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ, ഒരു ഫാൻസി ആയിട്ടുള്ളൊരു ഐറ്റം മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ പൈസയ്ക്ക് നിങ്ങൾക്ക് എന്തുമാത്രം സതോഷി കിട്ടാൻ ചാൻസസ് ഉണ്ട്. ആ സതോഷി ഗുണം, അപ്പോൾ ബിറ്റ്കോയിൻ 10 മില്യൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ സതോഷിയുടെ വാല്യൂ എന്തായിരിക്കും? ആ സതോഷി ഗുണം 0.10, അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ വാല്യൂ. അത് ഇനോർമസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫാൻസി ആയിട്ടുള്ള സ്റ്റഫാണ്, നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ഒഴിവാക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഐഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഐഫോൺ യൂസ് ചെയ്യുക. നമുക്ക് എൻജോയ് ചെയ്തിട്ട് വേണം ലൈഫ് മുന്നോട്ട് പോകാൻ വേണ്ടി. അല്ലാതെ ഒന്നും നഷ്ടപ്പെടുത്താതെ ഒരു കോഫി പോലും കുടിക്കാതെ അല്ലെങ്കിൽ ഒരു കാലി ചായ പോലും കുടിക്കാതെ സേവ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അതിനകത്ത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്ന ഒരാളല്ല. നിങ്ങളെല്ലാം ലൈഫിൽ എൻജോയ് ചെയ്യണം. പക്ഷേ ഒരു വളരെ ഫാൻസി ആയിട്ടുള്ള ഐറ്റം മേടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ സതോഷി സ്റ്റാൻഡേർഡിൽ കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഈ $US നിങ്ങൾ ഇതിനെല്ലാം കാണുന്നതെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 999 എന്ന് പറയുന്നത് അടുത്തൊരു 10 കൊല്ലം കഴിയുമ്പോൾ ഈ $999 നിങ്ങൾക്ക് അന്ന് ഇറങ്ങുന്ന ഒരു ഫോൺ മേടിക്കാൻ ഒക്കത്തില്ല. അന്ന് ഇറങ്ങുന്ന പുതിയ ഐഫോൺ നിങ്ങൾക്ക് മേടിക്കാൻ ഒക്കത്തില്ല. ആ സമയത്ത് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ $2,000 ആയിരിക്കും ബേസിക് ഫോണിൻ്റെ വില. പക്ഷേ നിങ്ങൾ സതോഷിയാണ് മേടിച്ചേക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ $999 നിങ്ങൾ സതോഷിയാണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ $999 ആയി മാറുന്നത് $95,000 ആയിട്ടാണ്. ആ സമയത്ത് നിങ്ങൾക്ക് അതേപോലത്തെ ഒരു 10-20 ഫോൺ മേടിക്കാം. 10 മില്യൺ ആ ഒരു 10 കൊല്ലത്തിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു 9,51,000 സതോഷി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് 10-15 ഫോൺ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ടോപ്പ് എൻഡ് ഫോൺ നിങ്ങൾക്ക് മേടിക്കാം. പക്ഷേ $999 നിങ്ങൾക്ക് എന്ത് മേടിക്കാൻ നോക്കും? ഒന്നും മേടിക്കാൻ നോക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ $999 സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അന്നത്തെ ഒരു ഐഫോൺ മേടിക്കാൻ ഒക്കത്തില്ല. പക്ഷേ അതേസമയം 9,51,000 സതോഷി നിങ്ങൾ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് 10 ഫോൺ മേടിക്കാൻ നോക്കുന്ന വാല്യൂ കിട്ടും. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഇനി അടുത്തത് ഞാൻ ചോദിച്ചേക്കുന്നത്, ഇൻ അവർ ലൈഫ് ടൈം വി മേ സി 1 sats ഈസ് ഈക്വൽ ടു $1. വി മേ സി, നമ്മൾ ചിലപ്പോൾ ഒരു സതോഷി $1 ആവുന്ന നമ്മൾ കണ്ടേക്കാം നമ്മുടെ ലൈഫ് ടൈമിൽ. ചിലപ്പോൾ നമ്മുടെ പ്രായമൊക്കെ ആകുമ്പോൾ
ബട്ട് 1 sats is equal to 0.10 is enough to change our lifetime. ഇനഫ് ടു ചേഞ്ച് അവർ ലൈഫ്. അതായത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സതോഷി 10 സെൻറ്റ് ആകുന്നത് നമ്മൾ എന്തായാലും കാണും നമ്മുടെ ലൈഫിൽ. ദാറ്റ് ഈസ് ഇനഫ് ടു ചേഞ്ച് അവർ ലൈഫ്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞത് അക്യുമുലേറ്റിംഗ് 1 ബിറ്റ്കോയിൻ മൈറ്റ് ഫീൽ ഡോണ്ടിങ്, ബട്ട് ഫോക്കസ് ഓൺ സ്റ്റാക്കിംഗ് സാറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ബിറ്റ്കോയിൻ ഫോക്കസ്. ആഫ്റ്റർ ദ നെക്സ്റ്റ് എപ്പോക്ക് the people will talk in terms of sats, more commonly in sats, because owning 1 Bitcoin will become incredibly rare. Stack sats hands, we don't have much time. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു വ്യക്തിയെ കണ്ടോ, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 1700 ബിറ്റ്കോയിൻ ഉണ്ടായിരുന്നു. അത് 2011 കാര്യമാണ്. 1700 ബിറ്റ്കോയിൻ ഉണ്ടായിരുന്നു. 0.06 സെൻറ്റിലാണ്, 6 സെൻറ്റിലാണ് അദ്ദേഹം മേടിച്ചത് 1700 ബിറ്റ്കോയിൻ. അദ്ദേഹം അത് 30 സെൻറ്റായപ്പം സെല്ല് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് 2011 പറയുന്നത് നൗ ദാറ്റ് ദേ ആർ $8. അദ്ദേഹത്തിന് 6 സെൻറ്റിന് മേടിച്ച് 30 സെൻറ്റിന് പ്രോഫിറ്റ്. ഇറ്റ്സ് എ ഹ്യൂജ് പ്രോഫിറ്റ് അല്ലേ? അത് 6 സെൻറ്റിന് 30 സെൻറ്റ് പോകുമെന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലെക്സ് പ്രോഫിറ്റാണ്. അത് കണ്ടോട്ട് അദ്ദേഹം വിറ്റു. പക്ഷേ ലോങ് ടൈം വിഷൻ ഇല്ലായിരുന്നു. ഇതെന്താണ് അദ്ദേഹം കൈവശമാക്കിയേക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലായിരുന്നു. 30 സെൻറ്റിന് വിറ്റ സാധനം $8 പോയി. ഇറ്റ്സ് എ ലൈഫ് ചേഞ്ചിങ് എമൗണ്ട്. $8 അല്ലേ? ഞാൻ ഈ ഒരു സംഭവം എടുത്തേക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ സംസാരിക്കാം. ഇന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 100,000 മേടിക്കുന്ന ഒരാൾ ഒരു 350K ആകുമ്പോഴത്തേക്ക് അദ്ദേഹം സെല്ല് ചെയ്തേക്കാം ചില ആളുകൾ. പക്ഷേ ഒരു ഈ പറഞ്ഞ പോലെ 2011 ഇന്ന് 2015 ഒരു 2040 അല്ലെങ്കിൽ 2045 ഈ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $millions അപ്പോൾ അന്ന് ഈ 300K വിറ്റ ആൾ ഇതേപോലെ തന്നെ പോസ്റ്റ് ഇട്ടേക്കാം, ഇതേപോലെ തന്നെ വിഷമിച്ചേക്കാം. അതൊരു കാര്യം. 2, ഈ 2011 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അദ്ദേഹം പറഞ്ഞത് 1700 ബിറ്റ്കോയിൻ. ഈ 2011 2012 സമയങ്ങളിലൊക്കെ ആളുകൾ അവരുടെ കയ്യിൽ 10,000 ബിറ്റ്കോയിൻ ഉണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, 2010 തോന്നുന്നു ഒരാൾ 10,000 ബിറ്റ്കോയിൻ കൊടുത്തിട്ട് പിസ്സ വാങ്ങിക്കുന്നു, 10,000 ബിറ്റ്കോയിൻ കൊടുത്തിട്ട്. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ ആളുകൾക്ക് വളരെ ഈസി ആയിട്ടും ബിറ്റ്കോയിൻ മൈനിങ് ചെയ്യാം. അന്ന് ഇഷ്ടംപോലെ ബിറ്റ്കോയിൻ ഓരോ 10 മിനിറ്റിലും 50 ബിറ്റ്കോയിൻ വീതം പുറത്തോട്ട് വരും. അപ്പം ഡിമാൻഡിനേക്കാളും കൂടുതൽ സപ്ലൈ ഉണ്ടായിരുന്നു. അന്ന് ആളുകൾ 10,000 ബിറ്റ്കോയിനെ കുറിച്ച് സംസാരിക്കുന്നു, 5,000 ബിറ്റ്കോയിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇന്ത്യയിൽ 2,000 ബിറ്റ്കോയിൻ ഉണ്ട്, 3,000 ബിറ്റ്കോയിൻ ഉണ്ട്, 15,000 ബിറ്റ്കോയിൻ ഉണ്ട്. ഇവർക്കെല്ലാം എന്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ 10, 300, 200, 500, $1,000 ആകുമ്പോഴത്തേക്ക് അവർ സെല്ല് ചെയ്തു. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, വളരെ വളരെ റെയറാണ് ആളുകൾ എൻ്റെ കയ്യിൽ 2,000 ബിറ്റ്കോയിൻ ഉണ്ട്, 3,000 ബിറ്റ്കോയിൻ ഉണ്ട് എന്ന് പറയുന്നത്. ഇന്ന് ഒരു സാധാരണ ആളുകൾ അങ്ങനെ ഒരിക്കലും പറയാറില്ല. വളരെ വളരെ റെയറാണ് അങ്ങനെയുള്ള ആളുകളുള്ളത്. അന്ന് ഇത്രയും ബിറ്റ്കോയിൻ മേടിച്ചിട്ട് ഇന്നും കീപ്പ് ചെയ്യുന്ന ആളുകൾ വളരെ വളരെ റെയറാണ്. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് ഓരോ 4 കൊല്ലം, ഓരോ 4-5 കൊല്ലം കഴിയും തോറും ഡിഫറൻ്റാണ്. കഴിഞ്ഞ 4 കൊല്ലത്തിന് മുന്നേ ആളുകൾ പറയുന്നത് എൻ്റെ കയ്യിൽ 50 ബിറ്റ്കോയിൻ ഉണ്ട്, എൻ്റെ കയ്യിൽ 10 ബിറ്റ്കോയിൻ ഉണ്ട്, എൻ്റെ കയ്യിൽ 5 ബിറ്റ്കോയിൻ ഉണ്ട് എന്നൊക്കെയായിരുന്നു. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ അങ്ങനെ എൻ്റെ കയ്യിൽ 5-10 ബിറ്റ്കോയിൻ ഉണ്ടെന്നൊന്നും ആളുകൾ പറയുന്ന അധികം എൻ്റെ കയ്യിൽ 1 ബിറ്റ്കോയിൻ ഉണ്ട്, അല്ലെങ്കിൽ 2 ബിറ്റ്കോയിൻ, അല്ലെങ്കിൽ 3 ബിറ്റ്കോയിൻ എന്നൊക്കെയാണ് കൂടുതൽ ചർച്ച വിഷയമായിരുന്നത്. അടുത്തൊരു 4 കൊല്ലം കഴിയുമ്പോൾ ആളുകൾ ഈ റൗണ്ട് ഫിഗർ ആയിട്ടുള്ള 1 ബിറ്റ്കോയിൻ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നത്. അത് 1 ബിറ്റ്കോയിനുള്ള ആളുകൾ വളരെ വളരെ റെയറായിരിക്കും. ആ സമയത്ത് സംസാരിക്കുന്ന എൻ്റെ കയ്യിൽ 10 മില്യൺ സതോഷിയുണ്ട്, എൻ്റെ കയ്യിൽ 50 മില്യൺ സതോഷിയുണ്ട്, മനസ്സിലായി, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 30 മില്യൺ സതോഷിയുണ്ട്. ഒരു ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് 100 മില്യൺ സതോഷിയാണ്. അപ്പോൾ ആളുകൾ സംസാരിക്കുന്നത് സതോഷി ടൈമിലായിരിക്കും. അടുത്തൊരു 4 കൊല്ലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 2036, 2037 സംസാരിക്കുന്നത് എൻ്റെ കയ്യിൽ 1,00,000 സതോഷിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 10,000 സതോഷിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ആളുകൾ ഡിസ്കസ് ചെയ്യുന്നത് അതായിരിക്കും. ബിറ്റ്കോയിൻ എന്നുള്ള ആ റൗണ്ട് ഫിഗർ ടൈമൊക്കെ ആളുകൾക്ക് എത്തിപ്പിടിക്കാനൊക്കാത്ത, ചിന്തിക്കാനൊക്കാത്ത ഒരു മേഖലയിലേക്ക് പോകും. ഇപ്പോൾ നമുക്ക് ഒരു 10,000 ബിറ്റ്കോയിൻ അല്ലെങ്കിൽ 5,000 ബിറ്റ്കോയിൻ എന്ന് ചിന്തിക്കാൻ പോലും ഒക്കാത്ത സാഹചര്യമാണ്. 1 ബിറ്റ്കോയിൻ പോലും ചിന്തിക്കാൻ പല ആളുകൾക്കും, ഈ ലോകത്തെ മെജോറിറ്റി ആളുകൾക്കും ചിന്തിക്കാൻ ഒക്കാത്ത ഒരവസ്ഥയാണ്. ഈവൻ മില്യണേഴ്സിന് പോലും
ഒരു 100 ബിറ്റ് കോയിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ ഓരോ 4 കൊല്ലം കഴിയും തോറും ഇതിങ്ങനെ കുറഞ്ഞ് 2045 എൻ്റെ 5000 സതോഷിയുണ്ട്, 10000 സതോഷിയുണ്ട്. അന്ന് ഈ 10000 സതോഷിയുള്ള ആളുകൾ നോക്കി സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാളും ഒരു 5-10 കൊല്ലം മുന്നേ തുടങ്ങിയ ആളുകൾക്ക് 10 മില്യൺ അല്ലെങ്കിൽ 20-30 മില്യൺ സതോഷിയുണ്ട്. അതിലേക്ക് നമുക്കിനി പോകാനൊക്കത്തില്ല, നമുക്കിനി അതുകൊണ്ട് പോയിട്ട് കാര്യമുണ്ടോ എന്നുള്ള ആളുകൾ അന്ന് ചോദിക്കും. ഇതിങ്ങനെ ചോദ്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ സംശയത്തോടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യു ലോസ് യുവർ ഓപ്പർച്യൂണിറ്റി ഫോർ എവർ. അതുകൊണ്ട് ബിറ്റ് കോയിനുള്ള റൗണ്ട് ഫിഗർ മാറുക. നിങ്ങൾക്ക് 100 രൂപയ്ക്ക് മേടിക്കാനൊക്കും. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മേടിക്കുന്ന പൈസ എല്ലാ വർഷവും 30% വീതം ഇസ് ഗോ അപ്പ്. അങ്ങനെ ഒരു അസറ്റ് ഇപ്പോഴും ഇല്ല 30% വീതം തരുന്നത് കൺസിസ്റ്റൻ്റ്ലി. നമ്മൾ പറയുന്നത് വളരെ ബേസ് കേസാണ്. നിങ്ങളൊരു 100 രൂപ ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കൊല്ലവും അതൊരു 30% വീതം വളർന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ 40% വീതം വളർന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ 60% വീതം വളർന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ എയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മില്യൺ ബിറ്റ് കോയിൻ ആകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബിറ്റ് കോയിൻ 10% നിങ്ങളുടെ കൈ കാണാം. 20% അല്ലെങ്കിൽ 30% അല്ലെങ്കിൽ 40% അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ റൗണ്ട് ഫിഗറായിട്ട് ഒരു ബിറ്റ് കോയിൻ എനിക്ക് മേടിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ല എന്നുള്ളതല്ല അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. 2010 ഒരു BMW M5 BMW മേടിക്കണം, ബിറ്റ് കോയിനിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ 1,78,000 ബിറ്റ് കോയിൻ കൊടുക്കണമായിരുന്നു. 2025 അതായത് 15 കൊല്ലത്തിനിപ്പുറം അതേ പുതിയതായിട്ടുള്ള ഇന്നത്തെ പുതിയ എഡിഷനായിട്ടുള്ള BMW മേടിക്കണമെന്നുണ്ടെങ്കിൽ 1.3 ബിറ്റ് കോയിൻ കൊടുത്താൽ മതി. കാരണം മനസ്സിലാവുന്നുണ്ടോ? 2010 അതേ ഈ 1,78,000 പകരം അദ്ദേഹം $US സൂക്ഷിച്ചിരുന്നെങ്കിൽ 2025 അദ്ദേഹത്തിന് ഈ ഒരു BMW മേടിക്കാൻ ഒക്കത്തില്ല. അതിൻ്റെ വാല്യൂ $US വാല്യൂ താഴോട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ബിറ്റ് കോയിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഫ്യൂച്ചറിൽ ഓരോ 4 കൊല്ലം കഴിയുമ്പോഴും കൂടുതൽ പർച്ചേസിങ് പവർ വന്നുകൊണ്ടേയിരിക്കും. അത് സതോഷിയാണെന്നുണ്ടെങ്കിലും ഒരു എൻ്റെ ബിറ്റ് കോയിൻ 1 ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇതിപ്പോൾ 2010 2025 15 കൊല്ലത്തെ ഡിഫറൻസ് ഉണ്ട്. ഇനി അടുത്തൊരു 15 കൊല്ലം, ഒരു 2040, നമ്മളിത് വളരെ വേഗം വർഷങ്ങളും കടന്നു പോകും. 2040 ഇതേ BMW, അത് അന്ന് ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള BMW ചിലപ്പോൾ നമുക്ക് 0.005 വാങ്ങിക്കാൻ ഒക്കും. 2, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഓസ്ട്രേലിയയിലെ, ഞാൻ കാനഡയിലാണ് താമസിക്കുന്നത്. കാനഡയിലെ റിയൽ എസ്റ്റേറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഡ് ചെയ്തു പോയി. അതായത് ഈ പൈസ പ്രിൻറ്റ് ചെയ്യുന്നതിന് കാരണം അതിൻ്റെ പ്രൈസ് വളരെ മുകളിലാണ് ഉള്ളതിപ്പോൾ. കാനഡയിലേക്കാൾ ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയയിലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 2014 ഒരു സാധാരണ ആവറേജ് വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 3,374 ബിറ്റ് കോയിൻ വേണമായിരുന്നു. 3,374 ബിറ്റ് കോയിൻ. ഇന്ന് 2025 അതേ വീട്, അതേ ഒരു ആവറേജ് വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 5 ബിറ്റ് കോയിൻ മതി. ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? വെറും 5 ബിറ്റ് കോയിൻ. ഇപ്പോൾ ഉദാഹരണം 3,300 ബിറ്റ് കോയിൻ ഉള്ള ഒരാൾ അതിൽ നിന്ന് വെറും 5 ബിറ്റ് കോയിൻ ചിലവാക്കിയാൽ മതി 2025. എന്നാലോചിച്ച് നോക്കി, 2040 അദ്ദേഹത്തിന് 0.05 ബിറ്റ് കോയിൻ കൊടുത്താൽ മതിയായിരിക്കും അതേ വീട് കിട്ടാൻ. ഇതാണ് പറയുന്നത്, നിങ്ങൾ ഡോളറിലല്ല സേവ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? ഡോളർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള മണിയാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഡോളർ പ്രിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊരു എൻഡില്ല. അതിങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എക്കോണമിയിലുള്ള ഡോളറിൻ്റെ കറൻസി സർക്കുലേഷൻ ചെയ്യുന്നത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വെറും 80 കൊല്ലോ 85 90 കൊല്ലോ നമ്മൾ ജീവിച്ചിരിക്കത്തുള്ളൂ. ആ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ വാല്യൂ, നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് $. 3-4 മനുഷ്യർ കൂടിയിരുന്ന് അവർ പ്രിൻറ്റ് ചെയ്യുന്ന പൈസയ്ക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ ലോകത്ത് വളരെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള പൈസയ്ക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും ഫൈനൈറ്റായിട്ടുള്ള 21 മില്യൺ മാത്രമുള്ള സതോഷി അല്ലെങ്കിൽ ബിറ്റ് കോയിൻ അക്യുമുലേഷൻ ചെയ്യാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. അതിൻ്റെ വാല്യൂ ആണ് എക്സ്പ്ലോസീവായിട്ട് മൂവ് ചെയ്ത് പോകുന്നത്. ഇത് ആളുകൾ ഓരോ ഡോളർ പ്രിൻറ്റ് ചെയ്യാൻ തോറും നമ്മുടെ കയ്യിലിരിക്കുന്ന ഡോളറിൻ്റെ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. പക്ഷേ സതോഷിയുടെ കാര്യം അങ്ങനെയല്ല. നമ്മൾ ഓരോ 4 കൊല്ലവും ഇരിക്കും തോറും ആ സതോഷിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരും. കാരണം എന്താണ്? സപ്ലൈ കോൺസ്റ്റൻ്റ് ആണ്, 21 മില്യണേ ഉള്ളൂ.
പക്ഷേ ഡോളർ എന്താണ്, ഓരോ 4 കൊല്ലം കഴിയുന്നതോറും പുതിയത് പ്രിൻറ്റ് ചെയ്ത് എക്കോണമിയിൽ ഇറക്കും തോറും നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന ഡോളറിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇൻഫിനിറ്റ് ആയിട്ടുള്ള പൈസയ്ക്ക് നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് ഡോളർ സമ്പാദിക്കുന്നതിന് ആർക്കും വിഷയമില്ല. പക്ഷേ ഫൈനൈറ്റ് ആയിട്ടുള്ള സതോഷി അക്യുമുലേഷൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആളുകൾക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അത് നമ്മുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസാണ്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ഗൈസ്? എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. ഇത് നമ്മൾ നേരത്തെ ഒരു ഐഫോണിൻ്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചു. 2007 $499 ഒരു ബേസ് ഒരു ഐഫോണിൻ്റെ വില എന്ന് പറയുന്നത്. 2008 അത് 599, 2009 599, 2015 നിങ്ങൾക്ക് കാണാം 649, 2013 2014 അത് 649. ഫാസ്റ്റായിട്ട് ഫോർവേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2025 എത്രയാണ്? $999 അല്ലെങ്കിൽ $1,600 എന്ന് പറയാം. അപ്പോൾ ഈ 2007 ബിറ്റ് കോയിൻ മേടിച്ച, അല്ലെങ്കിൽ 2010 ബിറ്റ് കോയിൻ മേടിച്ച ഒരാൾക്ക്, അല്ലെങ്കിൽ സതോഷി മേടിച്ച ഒരാൾക്ക് ഇന്ന് എന്തുമാത്രം ഫോൺ മേടിക്കാൻ നോക്കുമായിരിക്കും വാല്യൂ. അതേസമയം 2010 $549 ബാങ്കിൽ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 2025 എത്ര വിലയാണ്? $999. ഒരു ഐഫോൺ പോലും അയാൾക്ക് മേടിക്കാൻ ഒക്കത്തില്ല. US ഡോളർ നിങ്ങൾ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പർച്ചേസിങ് പവർ താഴോട്ട് വരും. അതേസമയം ബിറ്റ് കോയിനിലാണ് നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പർച്ചേസിങ് പവർ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ദാറ്റ് ഇസ് എൻഡ് ഓഫ് ദ സ്റ്റോറി. അതുകൊണ്ട് ഒരിക്കലും ബിറ്റ് കോയിനിലേക്ക് സതോഷി മേടിക്കുക, അല്ലെങ്കിൽ ഒരു ബിറ്റ് കോയിൻ ഇല്ല എന്നുള്ള ചിന്തകളൊന്നും വേണ്ട. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10-40 കൊല്ലം കഴിയുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. അന്ന് ആളുകൾ സംസാരിക്കുന്നത് ഒരു 10 മില്യൺ സതോഷി പോലും മേടിക്കാൻ ഒക്കുന്നില്ലല്ലോ. ദാറ്റ്സ് ഹ്യൂജ്. മനസ്സിലായി? ഇന്ന് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും ബിറ്റ് കോയിൻ എന്താണെന്ന് ക്ലിക്കാവത്തില്ല, മനസ്സിലാവത്തില്ല. ദാറ്റ്സ് യുവർ ഓപ്പർച്യൂണിറ്റി. കാരണം നിങ്ങൾക്ക് ടൈം ഇനിയും കിട്ടും. പക്ഷേ ആളുകൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. പക്ഷേ ഇതൊരു വിരോധാഭാസമാണ്. കാരണം ഞാനിവിടെ ഈ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ, കൂടുതൽ ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇങ്ങനൊരു കഥയും കൂടി ഇതിനകത്തുണ്ട്. കൂടുതൽ ആളുകൾ അറിയും തോറും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സതോഷി കുറഞ്ഞ പൈസയ്ക്ക് മേടിക്കാൻ ഒക്കുന്നതാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വി ആർ സോ ലക്കി. കാരണം ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഏകദേശം കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫിയറ്റ് കറൻസി ഉണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇന്ത്യൻ റുപ്പി ഉണ്ടായാലെങ്കിലും, കാനഡിയൻ ഡോളർ കൊണ്ടാണെങ്കിലും, US ഡോളർ കൊണ്ടാണെങ്കിലും ബിറ്റ് കോയിൻ മേടിക്കാൻ ഒക്കാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. നിങ്ങളുടെ ഇരിക്കുന്ന ഫിയറ്റ് കറൻസി കൺവേർട്ട് ചെയ്ത് ബിറ്റ് കോയിനിലേക്ക് ആക്കാൻ ഒക്കാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അത്രയും ഡിമാൻഡിലേക്ക് ബിറ്റ് കോയിൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അധികം ആളുകൾ അറിയുന്നില്ല ഇതിന് എന്താണെന്നുള്ള കാര്യം. സ്കാമാണെന്ന് ഇരിക്കുന്നവർ ഇരിക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി സീസ് ചെയ്യുക, മാക്സിമം സതോഷി അക്യുമുലേഷൻ ചെയ്യുക. ഓക്കെ ഗൈസ്, ടേക്ക് കെയർ, ബൈ ബൈ.